ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് ആ ഒരു പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇത് ഒരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസൊനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ആരും ഫോഴ്സ്ഫുള്ളി റെസൊനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, ഈ ഒരു സമയത്ത് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ. ടവർ കാർഡാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള കാർഡ്. ഓക്കെ, 3 of Wands, ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് സോർഡ്സ്, ടെമ്പറൻസ്, 7 of Cups, കിങ് ഓഫ് കപ്സ്, 4 of Swords, ദ എംപ്രസ് കാർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, 6 of Cups, 5 of Swords. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മാസ്റ്റർ കാർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ കിങ് ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ ഈ ഒരു സമയത്ത് എന്നുള്ളൊരു കാര്യമാണ്. ഫസ്റ്റ് കാർഡ് തന്നെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ടവർ കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാർഡ് ആദ്യം വന്നതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തിയുടെ മനസ്സിൽ വലിയൊരു ഷോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കുലുക്കം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ പറയാനായിട്ട് പറ്റും നിങ്ങൾ ഈ ഒരു സമയത്ത് സെപ്പറേഷനിലായിരിക്കാം, തമ്മിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു വലിയ മാറ്റം നിങ്ങൾ റിലേഷൻഷിപ്പിനെ പിടിച്ച് കുലുക്കിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നിന്ന് ഒരു ഷെയ്ക്ക് ഈ റിലേഷൻഷിപ്പിനുള്ളിൽ അവർ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ കൊണ്ടോ, നിങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടോ അവരുടെ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ കൊണ്ടോ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു പെട്ടെന്ന് ഒരു സഡൻ ചേഞ്ച് ഉണ്ടായി എന്നാണ് നമുക്ക് പറയാനായിട്ട് വരും. ഇത് ഇങ്ങനെ അവസാനിക്കുമെന്ന് ആ ഒരു പേഴ്സൺ ഒരിക്കലും കരുതിയിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഈ റിലേഷൻഷിപ്പ് നിന്നു പോയൊരവസ്ഥ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തും അതുപോലെ നിങ്ങളുടെ പേഴ്സണും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തും ചിലപ്പോൾ നിങ്ങൾ പലപ്പോഴും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒക്കെ ഇനി ഒരു പ്രശ്നവുമില്ല, ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനി ആര് വന്നാലും ഈ ഒരു റിലേഷൻഷിപ്പിന് യാതൊരുവിധ മാറ്റങ്ങളോ ചേഞ്ചസോ ഒന്നും ഉണ്ടാവില്ല, ഈ ഒരു പേഴ്സണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്നും എപ്പോഴും എൻ്റെ കൂടെ കാണും എന്ന് വളരെ കോൺഫിഡൻറ്റോടെ ഇരുന്ന ഒരു സമയത്ത് തന്നെ ആയിരിക്കും പെട്ടെന്ന് ഈ ഒരു മാറ്റം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ അവസാനിക്കുമെന്ന് ഈ ഒരു പേഴ്സൺ ഒരിക്കലും കരുതിയില്ല എന്നൊരു ഫീലിങ്സ് ഇപ്പോഴും അവർക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് അവര്, മനസ്സ് മുഴുവൻ ഒരു കാമാക്കി വെക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കാത്ത ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അവര് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. 3 of Wands എന്ന് പറയുമ്പോഴത്തേക്കും ഇതും ഒരു ഡിസ്റ്റൻസ് എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഫിസിക്കലായിട്ട് ആയിട്ടോ അല്ലെങ്കിൽ ഇമോഷണലായിട്ടോ ഒത്തിരി ദൂരം ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് വരും. അപ്പോൾ ഫിസിക്കലായിട്ടോ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒത്തിരി അകലത്തിലായിരിക്കാം ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ എബ്രോഡുള്ള വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എബ്രോഡൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഇമോഷണലി ചിലപ്പോൾ നിങ്ങൾ പല പ്രശ്നങ്ങളും ഇതിനുള്ളിൽ വന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ മൂവ് ഓൺ ചെയ്ത് മാറി കുറച്ച് ദൂരേക്ക് ഇമോഷണലി കുറച്ച് ദൂരത്തിലേക്ക് പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ അവർ പിന്നെയും ഈ ഒരു ഇങ്ങനെ ഇമോഷണലി ഫിസിക്കലി ഒക്കെ മാറിപ്പോയെങ്കിൽ പോലും അവർ പിന്നെയും ആ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇനി ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുമോ എന്നൊരു വെയിറ്റിംഗ് എനർജി കാണാനായിട്ട് വരുന്നത്. കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്ത ഒരാളിന്റെ എനർജി അല്ല നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ,
പിന്നെ ഡെത്ത് കാർഡാണ് വന്നിട്ടുള്ളത്. ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എൻഡിങ്ങിനേക്കാൾ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നാണ് തന്നെയാണ്. അപ്പൊ ഈ ഒരു കണക്ഷൻ അവരെ മാറ്റിയിട്ടുണ്ട്. ആ ഒരു പഴയ ഫീലിങ്സ് അടച്ചു വെച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയെങ്കിലും ആ ഒരു കണക്ഷൻ പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച് കളയാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല. ഈ ഒരു സെപ്പറേഷൻ അവരെ ഇമോഷണലി കുറച്ച് മച്യൂർ ആക്കിയ ഒരു ഫേസിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അവർക്ക് ഒരു കുറച്ചുകൂടെ മച്യൂർ ആകാനായിട്ട് കുറെ റിയലൈസേഷനും കാര്യങ്ങളൊക്കെ കുറെ ലെസൺസ് ഒക്കെ പഠിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കിങ് ഓഫ് സോർട്സിന്റെ ഒരു കാർഡാണ് വന്നത്. പുറത്ത് അതായത് പുറമെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൂളായിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേഷനിലേക്ക് പോയി വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ ലോജിക്കലായിട്ട് ചിന്തിച്ച് നല്ലപോലെ ബിഹേവ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഫീലിങ്സ് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ വീക്കായി മാറും, അല്ലെങ്കിൽ ഫീലിങ്സ് കാണിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും ഈ ഒരു വ്യക്തികളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ഫീലിങ്സുകൾ കൺട്രോൾ ചെയ്യുന്നു, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സൈലൻസ് കൂടുതലായിട്ട് ഇവർക്ക് കാണുന്നത്. ഇവർക്കൊന്നും പ്രതികരിക്കാം, കാരണം അവർ എന്തൊക്കെയോ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ താൻ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ സൈലന്റ് ആയിട്ടിരിക്കാനായിട്ട് അവർ കൂടുതലായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ടെമ്പറൻസ് കാർഡാണ് പിന്നെ നമുക്കിവിടെ വന്നിട്ടുള്ളത്. ടെമ്പറൻസ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹീലിങ്ങിനെയും അതുപോലെ ബാലൻസിന്റെയും ഒക്കെയുള്ള ഒരു കാർഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. അവരുടെ ഉള്ളിൽ അവർ കാമാകാനായിട്ട് ശ്രമിക്കുന്നു. ഈ ഒരു സെപ്പറേഷനോ ഡിസ്റ്റൻസോ പ്രശ്നങ്ങളൊക്കെ അവരുടെ ഉള്ളിലിട്ട് അവരെ സോൾവ് ചെയ്ത് ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കൊണ്ടുപോയിട്ട് ഈ റിലേഷൻഷിപ്പ് ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം നിങ്ങളെ കുറിച്ചുള്ള ആ ഒരു ഫീലിങ്സ് ശരിക്കും ഇവരുടെ മനസ്സിൽ നിന്ന് ഡിസപ്പിയർ ആയി പോയിട്ടില്ല. പക്ഷെ അത് ബാലൻസ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. ഇറ്റ്സ് ഓക്കെ, അത് നോർമൽ ആണ് എന്നുള്ള രീതിയിൽ അത് പറഞ്ഞ് അവരുടെ മനസ്സിനെ തന്നെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിക്കുകയാണ്. അപ്പൊ പേഷ്യൻസ് എനർജിയാണ് ഇവിടെ വളരെ കൂടുതലായിട്ട് സ്ട്രോങ് ആയിട്ട് കാണുന്നത്. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് അവരെ തന്നെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുന്ന എനർജീസ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ 7 ഓഫ് കപ്സിന്റെ ഒരു എനർജി വരുന്നുണ്ട്. 7 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ കൺഫ്യൂഷന്റെയും അതുപോലെ ഇമാജിനേഷനെയും ആണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളെ കുറിച്ചുള്ള ആ ഒരു സ്വീറ്റ് മെമ്മറീസ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, നല്ല ഓർമ്മകൾ, ആ ഒരു നല്ല ഓർമ്മകൾ, അതുപോലെ നിങ്ങളെ കുറിച്ചുള്ള കുറേയേറെ ഫാന്റസീസ് അവർക്കുണ്ട്. ഇതെല്ലാം ഇവരുടെ ചിന്തകളിലൂടെ കടന്നു വരുന്നു എന്നുള്ളതാണ്. അവരുടെ മൈൻഡിലേക്ക് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇതിനൊന്നും ഒരു ക്ലാരിറ്റി ഉള്ളതോ ഒരു അടിസ്ഥാനമുള്ളതോ ഒരു കാര്യങ്ങളുമല്ല എന്നുള്ളതാണ്. ഒത്തിരി സ്നേഹമുണ്ട് അല്ലെങ്കിൽ പഴയ ഓർമ്മകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളിപ്പോൾ ഓടിപ്പടച്ച് ഈ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിലോ ഒരിക്കലും ആ ഒരു വ്യക്തി പെട്ടെന്ന് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യില്ല. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. അവരുടെ ഫീലിങ്സുകളാണ്, അല്ലെങ്കിൽ അവരുടെ നിങ്ങളെ കുറിച്ചുള്ള ഒത്തിരി മെമ്മറീസ് അവർക്ക് ഇഷ്ടമാണ്, അത് ഓർക്കാൻ ഇഷ്ടമാണ്, ഫാന്റസീസ് കാണാൻ ഇഷ്ടമാണ്, അതൊക്കെ ഓക്കെ തന്നെ. പക്ഷെ റിയൽ ലോജിക്കൽ പ്രാക്ടിക്കൽ എന്ന രീതിയിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങളിപ്പോൾ അവരിലേക്ക് ഈ ഒരു വ്യക്തിക്ക് എന്നോട് ഇത്രോ ഫീലിങ്സും കാര്യങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ചെന്ന് നോക്കിയാൽ അവരപ്പോൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനോ സ്വീകരിക്കാനോ നല്ലൊരു കമ്മിറ്റ്മെന്റ് തരാനോ ഒന്നും ഉള്ള ഒരു ഫേസിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അവരിപ്പോഴും ഒരു ഹീലിംഗ് ഫേസിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്കിവിടെ ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് കാണുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു, മറ്റൊരു സൈഡിൽ കുറച്ച് ഈഗോയും അൺസർട്ടനിറ്റിയും ഇവിടെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നു. അതപ്പോൾ അവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ നമുക്ക് കിങ് ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. വളരെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷണൽ കാർഡാണ് ശരിക്കും പറഞ്ഞാൽ കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അവർക്ക് നിങ്ങളോട് ഫീലിങ്സുകൾ ഉണ്ടെങ്കിലും അത് ഓപ്പൺ ആയിട്ട് കാണിക്കാത്ത ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഉള്ളിൽ ഒത്തിരി ഇമോഷണൽ അറ്റാച്ച്മെന്റ് സ്ട്രോങ് ആണ്. അപ്പൊ നിങ്ങളെ കുറിച്ച് ഒരു സൈലന്റ് ആയിട്ട് അവർ ഒത്തിരി കാര്യങ്ങൾ ഫീൽ ചെയ്യുന്ന എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. വളരെയധികം സ്നേഹമുണ്ട് നിങ്ങളോടൊപ്പം. ഇനി ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ആ പാസ്റ്റിലെ മെമ്മറീസ് ഉണ്ട്. ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, നിങ്ങളുമായിട്ട് എതിലേക്ക് പോകണം, കാര്യങ്ങൾ, ട്രാവലിംഗ്, ഇതിനെക്കുറിച്ചൊക്കെ അവർ ഫാന്റസീസ് കാണുന്നുണ്ട്, ഇമാജിനേഷൻസ് നടത്തുന്നുണ്ട്. പക്ഷെ ആ ഒരു ഫീലിങ്സുകൾ ഒക്കെ അവർ ഹൈഡ് ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടായിരിക്കാം എന്നാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. പിന്നെ വരുന്നത് ഒരു 4 ഓഫ് സോർട്സിന്റെ ഒരു കാർഡാണ്. 4 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വിഡ്രോവൽ എനർജിയാണ്. അവരിപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഒരു സൈലന്റ് ഫേസിലാണ് അവർ നിൽക്കുന്നത്. അത് അവരുടെ ഒരു വിഡ്രോവൽ ഫേസ് തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ അവോയ്ഡ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ എത്ര ചേസ് ചെയ്താലോ അല്ലെങ്കിൽ നിങ്ങൾ എത്ര മെസ്സേജ് ഇട്ടാലോ ഒന്നും തിരിച്ച് ഒരു മെസ്സേജോ കാര്യങ്ങളോ ഒന്നും ഇടുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഫീലിങ്സുകൾ, നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സുകൾ ഇവിടെ നഷ്ടപ്പെട്ടു എന്ന് അതിനർത്ഥമില്ല.
ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങളെ ഓർക്കുന്ന ഒരു എനർജിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എനർജി. നമുക്ക് ഒറ്റയ്ക്ക് അവരായി പോകുന്ന സമയത്തൊക്കെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് അവരാകുന്ന സമയത്ത് അവസാനം അവർ ചെന്ന് നിൽക്കുന്നത് നിങ്ങളിൽ തന്നെയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളെ വളരെയധികം ആ ഒരു പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്തൊക്കെ. ദ എംപ്രസ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളെ അവരെ വളരെ ഒരു സ്പെഷ്യൽ പേഴ്സൺ ആയിട്ട് തന്നെ കണ്ടിരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവരുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നിങ്ങൾ അവരെ കണ്ടിരുന്നത്. ആ ഒരു കംഫർട്ട്, ഒരു വാംത്ത്, ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ പീസ്, ഇതെല്ലാം അവർക്ക് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് നിന്ന സമയത്ത് കിട്ടിയിരുന്നു. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് അവർ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അല്ലെങ്കിൽ ആ ഒരു ഊഷ്മളത എന്നൊക്കെ പറയില്ലേ, വളരെയധികം ഷൈൻ ചെയ്ത് നിൽക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന സമയങ്ങളിൽ. അപ്പൊ അവരുടെ മനസ്സിൽ നിങ്ങൾ ഒരു വാല്യുബിൾ എനർജി തന്നെയായിരുന്നു നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു മിസ് ഫീലിങ്സ് ഇവിടെ വളരെയധികം സ്ട്രോങ് ആയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിയാൽ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ഒരു സ്ലോ എനർജിയാണ്. അവർക്ക് ഫീലിങ്സ് ഉണ്ടെങ്കിലും ഒരു ആക്ഷൻ വളരെ സ്ലോ ആയിരിക്കും എന്നുള്ളതാണ്. ഓവർ തിങ്കിങ് കൂടുതലായ ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇമ്മീഡിയറ്റ് മെസ്സേജ് അല്ലെങ്കിൽ കംബാക്ക് എനർജി ഒരിക്കലും ഇവിടെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കണക്ഷൻ കംപ്ലീറ്റ്ലി വിട്ടുമാറിയിട്ടുമില്ല. അത് നിങ്ങളെ പൂർണ്ണമായി നിങ്ങൾ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞ് അവർ മൂവ് ഓൺ ചെയ്ത് പോയിട്ടില്ല, അഥവാ ഇനി പോവുകയുമില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഇവിടെ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഓടി അലച്ച് നിങ്ങളിലേക്ക് വരുന്ന ഒരു വ്യക്തിയുടെ, അല്ലെ പെട്ടെന്നൊരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷനുമായിട്ട് വരുന്ന ഒരു വ്യക്തിയുടെ എനർജി ഇല്ല എന്നുള്ളതാണ്. വളരെ സ്ലോ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഒരു 6 ഓഫ് കപ്സിന്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഇതൊരു ഡയറക്റ്റ് മിസ് യു എന്ന് പറയുന്ന ഒരു കാർഡ് തന്നെയായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഡയറക്റ്റ് അവർ നിങ്ങളോട് മിസ് യു പറയുന്നു ഈ ഒരു കാർഡിലൂടെ. ആ ഒരു പഴയ മെമ്മറീസ്, അവരുടെ കോൺവെർസേഷൻ, നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഇമോഷണൽ മൂമെന്റ്സ്, ഇതെല്ലാം അവർ വീണ്ടും വീണ്ടും ഓർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ പഴയ ചാറ്റുകൾ എടുത്ത് അവർ നോക്കുന്നുണ്ട്, ആ ഓർമ്മകൾ അയവിറക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു നൊസ്റ്റാൾജിയ വളരെ സ്ട്രോങ് ആണ് ഇവിടെ. ഈ ഒരു കാർഡ് വന്നതുകൊണ്ട് തന്നെ നിങ്ങളെ അവരെ ജെനുവൻലി മിസ് ചെയ്യുന്നു എന്ന് നമുക്കിവിടെ വ്യക്തമായിട്ട് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ്. നിങ്ങൾ ഏതൊരു വ്യക്തിയെക്കുറിച്ചാണോ ഇപ്പോൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു പേഴ്സൺ നിങ്ങളെ ഡയറക്റ്റ്ലി നമുക്ക് പറയാൻ പറ്റും ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഈ ഒരു 6 ഓഫ് കപ്സിന്റെ കാർഡ് വന്നതുകൊണ്ട് തന്നെ പറയാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ 5 ഓഫ് സോർട്സിന്റെ ഒരു കാർഡും കൂടി എന്നോട് ചേർന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈഗോ കോൺഫ്ലിക്ട്സുകൾ കാണുന്നു എന്നുള്ളതാണ്. അതായത് പഴയ ഒരു ഹേർട്ട്, അല്ലെങ്കിൽ അവർക്കുള്ള ഒരു കൊച്ചു അഹങ്കാരങ്ങൾ, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ, മൈൻഡ് ഗെയിംസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഇത് കാരണം അവർ ഫീലിങ്സ് തുറന്നു പറയാതെ ഹോൾഡ് ബാക്ക് ചെയ്ത് നിർത്തുന്നു എന്നുള്ളതാണ്. ആദ്യം ചിലപ്പോൾ ഇങ്ങനെയുള്ള ഈഗോ ഉണ്ട്, ആദ്യം അവർ വന്ന് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ അവരല്ലേ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്, അവർ വന്ന് എന്നോട് സംസാരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ടാവാം. ആ ഒരു ഇന്റേണൽ ബാറ്റിൽ, ആ ഒരു യുദ്ധം അവരുടെ ഉള്ളിൻ്റെ നടക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ, നല്ല രീതിയിൽ ആ ഒരു മിസ് ഫീലിങ്സ് നമുക്കിവിടെ കാണാനും പറ്റുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വന്നിരിക്കുന്ന ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡാണ്. കിങ് ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു കാർഡ് വളരെ ഒരു ശക്തമായ ഒരു വ്യക്തിത്വത്തെ കാണിക്കുന്ന ഒരു കാർഡാണ്. ഈ വ്യക്തി വളരെ ആത്മവിശ്വാസമുള്ള, സ്വന്തം ഒരു പ്രസൻസ് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരാളായിരിക്കാം. ഞാൻ ആരാണ് എന്ന് എനിക്കറിയാം എന്നൊരു എനർജി ഈ ഒരു കാർഡിലുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ റീഡിങ്ങിലൊക്കെ ഈ ഒരു കാർഡ് വന്നു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള അട്രാക്ഷൻ വളരെ സ്ട്രോങ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളെ അവർ വെറും ഒരു സാധാരണ ഒരാളായിട്ടല്ല കാണുന്നത്, നിങ്ങളൊരു ചാമായിട്ടുള്ള, ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള, ഒരു സ്പെഷ്യൽ പേഴ്സൺ എന്ന രീതിയിൽ അവർ ഫീൽ ചെയ്യുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ ഈ കാർഡ് ഇമോഷണൽ സോഫ്റ്റ്നെസ്സിനേക്കാൾ ഒരു കൺട്രോള്, ഒരു പാഷൻ എന്നീ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട് കാണിക്കും. അതായത് ഫീലിങ്സ് ഉണ്ടാകും, നിങ്ങളെ വളരെയധികം മിസ് ചെയ്യും, അട്രാക്ഷൻസ് ശക്തമായിരിക്കും, പക്ഷെ അത് നേരിട്ട് തുറന്നു പറയാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ വ്യക്തി പുറത്തേക്ക് സ്ട്രോങ് ആയി നിൽക്കാനായിട്ട് ശ്രമിക്കും, പക്ഷെ വൾണറബിൾ ആകാനായിട്ട് ഇഷ്ടപ്പെടില്ല. എനിക്ക് ഫീലിങ്സ് ഉണ്ട് എന്ന് ആദ്യം തുറന്ന് പറയാനായിട്ട് അവർക്ക് കുറച്ചൊരു ഈഗോ തടസ്സമായിട്ട് നിൽക്കും. അപ്പൊ നിങ്ങളുടെ റീഡിങ്ങിൽ ഈ ഒരു കാർഡ് അവസാനം വന്നതുകൊണ്ട് നിങ്ങളോടുള്ള അവരുടെ അട്രാക്ഷൻ ഇപ്പോഴും, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നിങ്ങളെ അവർ ഇപ്പോഴും അങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഓർക്കുന്നുണ്ട്, നിങ്ങളുടെ അറ്റൻഷൻ വാല്യൂ ചെയ്യുന്നുണ്ട്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ കിങ് ഓഫ് വാൻസ് എനർജി ഉള്ള ആളുകൾക്ക് സാധാരണയായിട്ട് കൺട്രോൾ കൈവിടാനായിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളായിരിക്കും. പിന്നെ റിജക്ഷന് ഒരു പേടി ഉണ്ടായിരിക്കും അവർക്ക്. ഇനി അവരായിട്ട് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ എന്നൊരു പേടി ഉണ്ടായിരിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനായിട്ട് കുറച്ച് താമസം ഉണ്ടാകും. പക്ഷെ ഉള്ളിൽ നല്ല പാഷൻ ഉണ്ടാകും, നല്ല പാഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. അവർക്ക് ഈ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്നുള്ളൊരു പാഷൻ അവർക്ക് ഉണ്ടാകും. അപ്പം ഒരു നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തിക്ക്, ഈ ഒരു കിങ് ഓഫ് വാൻസിന്റെ എനർജി പറയുന്ന ഒരു വ്യക്തിക്ക് വളരെ ഈഗോസ് കുറച്ച് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കുന്ന ഒരു നേച്ചർ ഉണ്ടാകാം. ഇപ്പൊ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് എന്ത് കാര്യത്തിൽ അവർ സ്റ്റിക്ക് ഓൺ ചെയ്തേക്കുന്നു ആ ഒരു കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കും. അത്തരത്തിലുള്ള ഒരു നേച്ചർ അവർക്കുണ്ട്. പിന്നെ ഹോട്ട് ആൻഡ് കോൾഡ് ബിഹേവിയർ എപ്പോഴും കാണിക്കും. ചിലപ്പോൾ വളരെ ഹോട്ടായിട്ടുള്ള രീതിയിൽ, ചില സമയത്ത് വളരെ തണുത്തിറങ്ങിയ രീതിയിൽ അങ്ങനത്തെ ബിഹേവിയർ കാണിക്കുന്ന വ്യക്തിയായിരിക്കും. ഫീലിങ്സുകൾ ഉണ്ടായിട്ടും അവർ സൈലന്റ് പാലിക്കും എന്നുള്ളതാണ്. അപ്പോൾ പോസിറ്റീവ് സൈഡ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വളരെയധികം ഒരു സംരക്ഷിച്ച്, അവരെ തന്നെ അവർ സംരക്ഷിച്ച് നിർത്തുകയും അവരോടൊപ്പം നിൽക്കുന്നവരെ മുത്തി സംരക്ഷിച്ച് കെയർ ചെയ്ത് നിർത്തുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. ഒരു ലോയൽ എനർജി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും. സീരിയസ് ആയിക്കഴിഞ്ഞാൽ ഡീപ്ലി ആ ഒരു പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ ഒത്തിരി അറ്റാച്ച്മെന്റ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങളെ സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കും. അപ്പൊ നിങ്ങളുടെ സ്പ്രെഡിന്റെ ഒരു അവസാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആകർഷണവും ഇൻട്രസ്റ്റും ഇപ്പോഴും വളരെയധികം ശക്തമാണ് എന്നുള്ളതാണ്. പക്ഷെ ഫീലിങ്സ് തുറന്നു കാണിക്കുന്നതിനേക്കാൾ കൺട്രോളിലും ഈഗോയും അവർ കൂടുതലായിട്ട് ഇങ്ങനെ മുറുകെ പിടിച്ചു നിർത്തുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിന്റെ ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ നമ്മളിവിടെ നോക്കിയത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അവർ നിങ്ങളെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. സൈലൻസ് ആയിട്ട് അവർ ഇരിക്കുന്നുണ്ടെങ്കിൽ ഫീലിങ്സ് മനസ്സിനുള്ളിൽ മരിച്ചു പോയിട്ടില്ല, ഡെത്ത് ആയിട്ടില്ല എന്നാണ് കാണുന്നത്. അതുപോലെ പാസ്റ്റ് മെമ്മറീസിൽ ഇപ്പോഴും അവരുടെ മനസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു പാസ്റ്റ് മെമ്മറീസ്. പിന്നെ നമുക്കിവിടെ ഒരു ഈഗോയും ഇമോഷണൽ കൺഫ്യൂഷനും ഒക്കെ കാരണം അവർ ഓപ്പൺലി എക്സ്പ്രസ് ചെയ്യാതെ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങളെ കംപ്ലീറ്റ്ലി ഫൊർഗെറ്റ് ചെയ്ത ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നില്ല. ഈ ഒരു കാർഡിന്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് തുറന്ന് സമ്മതിക്കാനും കാണിക്കാനും അവർക്ക് ഇപ്പോഴും ഒരു സ്ട്രഗിൾ ഉണ്ട് എന്നുള്ളത് കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു this reading, clues related to this reading. Okay, clues related to this reading. Okay, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് യു ക്യാൻ ട്രസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് വിശ്വസിക്കാം, ഈ ഒരു പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. 1975 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നേച്ചർ, പ്രകൃതി ഇഷ്ടപ്പെടുന്ന വ്യക്തിയാകാനുള്ള ചാൻസസ് ഉണ്ട്. തൃശ്ശൂർ ജില്ല. ഓക്കെ, 1980 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1999 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ്. ഓക്കെ, 1996. നമ്പർ 15 കിട്ടുന്നുണ്ട്. ഫുട്ബോൾ കിട്ടുന്നുണ്ട്. റൈഡിങ്. അതുപോലെ തന്നെ 2001 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 40. നമ്പർ 44. കോട്ടയം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗവൺമെന്റ് സർവീസിലൊക്കെ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. ടുമോറോ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 23 കിട്ടുന്നുണ്ട്. 1994 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് നമ്പർ 42 നമുക്ക് കിട്ടുന്നുണ്ട്. ഫെബ്രുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 49. മെഡിക്കൽ ഫീൽഡ്. ബ്രൗൺ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ. 1983 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്ലവേഴ്സ്. സെപ്റ്റംബർ മന്ത്. ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളാണ്. നമുക്ക് ഓൾറെഡി റീഡിങ് കിട്ടിയതാണ്. ലെറ്റർ എസ്, ലെറ്റർ കെ. ലൈഫ് ചേഞ്ച്, ലൈഫിൽ മാറ്റങ്ങൾ വരുന്നു, അത് നമുക്ക് റീഡിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പർപ്പിൾ കളർ, ഗ്രീൻ കളർ, ലെറ്റർ യു, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ 1997. ഓക്കെ, അപ്പോൾ ഇത്ര ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ക്ലൂസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, അല്ലെങ്കിൽ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് സെക്ഷനിൽ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.